അസർബൈജാൻ യാത്രാവിമാനം തകർന്നുണ്ടായ അപകടത്തിന് കാരണം റഷ്യൻ ഉപരിതല വായു മിസൈലാണെന്ന ആരോപണം ഉന്നയിച്ച് അസർബൈജാനും അമേരിക്കയും. അസർബൈജാൻ എയർലൈൻസിന്റെ എംബ്രയർ 190 ബാക്കുവിൽ നിന്നും ഗ്രോസ്നിയയിലേക്ക് യാത്രക്കിടെ ബുധനാഴ്ച അപകടത്തിൽപ്പെടുകയായിരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം നിർദ്ദിഷ്ട പാതയിൽ നിന്നും മാറി സഞ്ചരിക്കുകയായിരുന്നു എന്നും അപകട കാരണം വ്യക്തമല്ല എന്നുമായിരുന്നു അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം പാൻസിർ എസ് വ്യോമപ്രതിരോധ സംവിധാനത്തിൽ നിന്ന് തൊടുത്ത മിസൈൽ വിമാനത്തിൽ ഇടിച്ചതാകാം അപകടത്തിന് കാരണമെന്ന് അസർബൈജാനി ഗവൺമെന്റ് അനുകൂല വെബ്സൈറ്റായ കാലിബർ സൂചിപ്പിക്കുന്നു. ന്യൂയോർക്ക് ടൈംസ്, യൂറോ ന്യൂസ്, അനഡോലു ഏജൻസികളും ഈ സംശയം ഉന്നയിക്കുന്നു. റഷ്യയുടെ ആന്റി എയർക്രാഫ്റ്റ് സംവിധാനമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നതായി പേര് വെളിപ്പെടുത്താത്ത US അസർബൈജാനി വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. വിമാനാവശിഷ്ടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന് സമാനമായ കേടുപാടുകളാണ് കണ്ടെത്താനായതെന്ന് വ്യോമയാന വിദഗ്ധർ പറയുന്നു. അപകട സ്ഥലത്തിൽ നിന്ന് 2 ബ്ലാക്ക് ബോക്സുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിന് കാരണം വിമാനം പക്ഷികളുമായി കൂട്ടിയിടിച്ചതാകാമെന്ന് അസർബൈജാനി വൃത്തങ്ങൾ ആദ്യം പ്രതികരിച്ചിരുന്നു. പിന്നാലെ ഈ പ്രസ്താവന പിൻവലിക്കുകയായിരുന്നു. അതേസമയം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാരൻ പകർത്തിയ വീഡിയോയിൽ വിമാനത്തിന്റെ പിൻചിറകുകളിൽ വെടിയുണ്ട പതിച്ചതുപോലെയുള്ള ദ്വാരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ദ്വാരങ്ങൾ ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള വെടിവെപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നും വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 2014 മലേഷ്യൻ എയർലൈൻസ് MH370 വിമാനം കാണാതായ സംഭവത്തിലും ഇതുപോലുള്ള ആരോപണം റഷ്യക്കെതിരെ ഉയർന്നിരുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം റഷ്യ നിഷേധിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അനുമാനങ്ങളിലേക്ക് എത്തുന്നത് തെറ്റാണെന്നായിരുന്നു റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. ക്രിസ്മസ് ദിനത്തിലുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 38 പേർ കൊല്ലപ്പെടുകയും 3 കുട്ടികളടക്കം 29 പേർ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ 11 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണെന്നാണ് കസാക്കിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്.